Hello students, we have another problem with the chord in terms of midpoints of an ellipse and the chords are tangent to a particular circle. The question is, show that locus of midpoints of chords of the ellipse x square by a square plus y square by b square equal to 1. Touching the circle x square plus y square equal to a square is the curve x square by a square. Find the locus എന്ന് പറഞ്ഞാൽ മതി, ഇക്വേഷൻ തരണമെന്നില്ല. Find the locus of midpoints of chords of the ellipse. Touching the circle x square plus y square equal to a square എന്നാവാം ക്വസ്റ്റ്യൻ. ചിലപ്പം ഇത് തന്നും ചോദിക്കാം. അപ്പൊ ഇത് മാത്രമേ നമുക്ക് ആൻസർ കിട്ടത്തുള്ളൂ. അപ്പൊ ഫൈൻഡ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് വരാം, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ, ഈ കാണുന്ന കോൺസ്റ്റന്റ് ഇത് തന്നെയാണെങ്കിൽ, അങ്ങനെ ഇപ്പൊ എഴുതിയേക്കുന്നത് അത് തന്നെയാണെങ്കിൽ മേജർ ആക്സിസ് എക്സ് എ സീറോയിൽ കൂടെയും മൈനസ് എ സീറോയിൽ കൂടെയും പാസ് ചെയ്യുന്ന ലൈനിന്റെ ലെന്താണ്. അപ്പൊ മേജർ ആക്സിസ് ഡയമീറ്റർ ആയിട്ടുള്ള സർക്കിൾ ആണ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. സാധാരണ എ ഗ്രേറ്റർ ദാൻ ബി എന്ന് അസ്യൂം ചെയ്താണ് നമ്മൾ എലിപ്സിന്റെ ഇക്വേഷൻ പറയുക. അങ്ങനെയാണെങ്കിൽ എലിപ്സ് ഇതിന്റെ അകത്താണ്. അപ്പൊ എലിപ്സിന്റെ ഒരു കോഡാ പറയുന്നത്. എലിപ്സിന്റെ ഒരു കോഡിനെ സർക്കിളിനെ കട്ട് ചെയ്യാനേ സാധ്യതയുള്ളൂ. ഇങ്ങനെയാവും, ഇങ്ങനെയല്ലേ പറ്റത്തുള്ളൂ. അപ്പൊ ഇതല്ല സിറ്റുവേഷൻ. എ ലെസ് ദാൻ ബി എന്ന് അസ്യൂം ചെയ്താണ് നമുക്ക് ഇപ്പൊ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയറിന് ടാൻജന്റ് ആണെങ്കിൽ എലിപ്സിന്റെ മേജർ ആക്സിസ് അലോങ് വൈ ആക്സിസ് ആണ്. എക്സ് ആക്സിസിലുള്ള ലെന്താണ് എ എന്നതുകൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. അപ്പോൾ എ ഈ ഡിസ്റ്റൻസ് ആണെങ്കിൽ ഇപ്പോൾ കാണുന്ന ഈ ലൈൻ ഡയമീറ്റർ ആയിട്ടുള്ള എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്ന് പറയുന്ന സർക്കിൾ. അപ്പോൾ എലിപ്സിന്റെ ഒരു കോഡ്, ഇത് എലിപ്സിന്റെ ഒരു കോഡാ, അത് ഈ സർക്കിളിനെ ടച്ച് ചെയ്യുന്നു. വേറെ സ്ഥലത്തും അങ്ങനെ വരയ്ക്കാം. ഇത് എലിപ്സിന്റെ ഒരു കോഡാ, എലിപ്സിന്റെ ഈ പോയിന്റും ജോയിൻ ചെയ്യുന്ന കോഡാണ്, അത് ഈ സർക്കിളിനെ ടച്ച് ചെയ്യുന്നു. ഇങ്ങനെ പല സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പൊ എലിപ്സിന്റെ ഒരു കോഡ് ഇങ്ങനെ വരയ്ക്കത്തുള്ളൂ കേട്ടോ. സാധാരണ നമ്മൾ വരയ്ക്കുന്ന പോലെ എലിപ്സ് മേജർ ആക്സിസ് എക്സ് ആക്സിസിലായിട്ട് വരച്ചാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ഈ സെയിം റേഡിയസ് ആണെങ്കിൽ ടച്ച് ചെയ്യാൻ ഇതേ മാർഗമുള്ളൂ. ഈ കാണുന്ന എ സ്ക്വയർ തന്നെയാണ് ഇതെങ്കിൽ ടച്ച് ചെയ്യാൻ, സർക്കിൾ അകത്താണെങ്കിലല്ലേ കോഡിനെ ടച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ മേജർ ആക്സിസ് എല്ലാം വൈ ആക്സിസ്, ലെന്ത് കൂടുതലുള്ളത് വൈ ആക്സിസിലാണ്. ബി ഗ്രേറ്റർ ദാൻ എ എന്നുള്ള അസംഷനിൽ ഈ പ്രോബ്ലം നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഫിഗർ ഇങ്ങനെയായിരിക്കും. ഈ ഫിഗറിലേലും ചെയ്യാം. ലോക്കസ് ഓഫ് മിഡ് പോയിന്റ്സ് ഓഫ് കോഡ്സ് ഓഫ് ദി എലിപ്സ്. മിഡ് പോയിന്റ് x1 y1 ആണെങ്കിൽ കോഡിന്റെ ഇക്വേഷൻ എന്നാ, എലിപ്സിന്റെ കോഡ് മിഡ് പോയിന്റ് തന്നിട്ട്, അപ്പൊ t1 ഈക്വൽ ടു s1 ആണ്. x1 ബൈ എ സ്ക്വയർ പ്ലസ് y1 ബൈ ബി സ്ക്വയർ ഈക്വൽ ടു x1 സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ plus y1 square divided by b square. This is the equation of the chord with the midpoint x1 y1. And this chord, this is a straight line, this touches, chord എന്നുള്ളതൊന്നും ആലോചിക്കണ്ട, ഈ ലൈനിന്റെ ഇക്വേഷൻ ആണ് ഇപ്പൊ നമ്മൾ ഇക്വേഷൻ 1 എഴുതി വെച്ചിരിക്കുന്നത്. 1 touches the circle. സർക്കിളിനെ ടച്ച് ചെയ്യണമെങ്കിൽ ഒരു ലൈൻ y equal to mx plus c, y equal to mx plus c touches the circle x square plus y സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. സർക്കിളിനെ ഒരു കണക്കിന് നമുക്ക് എലിപ്സ് ആയിട്ടും പരിഗണിക്കാം എന്ന് പറഞ്ഞായിരുന്നു. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഈക്വൽ ടു 1. എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡ് ബൈ എ സ്ക്വയർ എന്നാവും. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. അപ്പൊ എലിപ്സിനാണ് നിങ്ങൾക്ക് വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് സി ടാൻജന്റ് ആണുള്ള കണ്ടീഷൻ അറിയാലോ. പരാബോളയ്ക്കാണെങ്കിൽ സി ഈക്വൽ ടു എ ബൈ എം, എലിപ്സിനാണെങ്കിൽ സി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എം സ്ക്വയർ. എലിപ്സിനാണ് ഇപ്പോൾ എഴുതുന്നത് എ സ്ക്വയർ എം സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. സർക്കിൾ കിട്ടിയത് എയും ബിയും ഈക്വൽ ആകുമ്പോൾ, അപ്പോൾ സി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എം സ്ക്വയർ പ്ലസ് ബി സ്ക്വയറും കൂടെ എ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് എം സ്ക്വയർ. അപ്പോൾ വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് സി ഫോമിലൊരു ലൈൻ സർക്കിളിനെ ടച്ച് ചെയ്യണമെങ്കിൽ സി സ്ക്വയർ എം എക്സ് പ്ലസ് സി, ഈ സി സ്ക്വയർ ഈക്വൽ ടു സർക്കിളിന്റെ റേഡിയസ് എ ആണെങ്കിൽ എ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് എം സ്ക്വയർ എം ഇസ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ. ഇതിങ്ങനെ ഓർത്തിരുന്നാലും മതി. സി സ്ക്വയർ ഈക്വൽ ടു, അല്ലെ പിന്നെ ഡിറൈവ് ചെയ്തെടുക്കണം. വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് സി ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ടാൻജന്റ് ആവണമെങ്കിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരിക്കൽ.
ടാൻജന്റ് ആവണമെങ്കിൽ മീറ്റ്സ് അറ്റ് 1 and only 1 പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. അതിനൊരു റൂട്ടേ ഉള്ളൂ എന്നുള്ള കണ്ടീഷൻ ഉപയോഗിക്കുമ്പോഴാണ് നമുക്കിത് സി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് എം സ്ക്വയർ എന്നുള്ള കണ്ടീഷൻ കിട്ടുക. സർക്കിൾ കോണിക് സെക്ഷനിൽ അങ്ങനെ അധികം ഡീൽ ചെയ്യാത്തതുകൊണ്ട് എലിപ്സിന്റെ ഓർത്തിരുന്നാലും മതി. എന്നിട്ട് എയും ബിയും ഈക്വൽ എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇക്വേഷൻ കാണാതെ പഠിക്കാതെ അല്ലെ എന്തെങ്കിലും പഠിച്ചു വെക്കുക, തെറ്റിപ്പോയാൽ തെറ്റാണോ എന്ന് ചെക്ക് ചെയ്യാൻ, ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ ഈ മാർഗം ഉപയോഗിക്കാം. സി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എം സ്ക്വയർ, അത് ഓർത്തിരിക്കുന്നവർക്ക് ഇത് ഓർത്തിരിക്കാം. സി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് എം സ്ക്വയർ. പറഞ്ഞു വന്നത് ഇതിന്റെ ഡെറിവേഷൻ അത്യാവശ്യമില്ല. ദിസ് ലൈൻ ടച്ചസ് വൺ നമുക്ക് ഫോം മാറ്റി എഴുതണം. y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി ഫോമില് 1നെ എഴുതാവോ നോക്കാം. ആ ഫോമിൽ 1ൽ എഴുതണമെങ്കിൽ y1 ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ, y ഈക്വൽ ടു ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ y1 ഇൻറ്റു, അപ്പൊ ഇത് അങ്ങോട്ട് പോകണം അല്ലേ, x(x1) മൈനസ് x(x1) ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് x1 സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് y1 സ്ക്വയർ ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ. y ഈക്വൽ ടു എം എക്സ് പ്ലസ് സിയിൽ ഫോമിൽ എഴുതണമെങ്കിൽ, അപ്പൊ ആ കേസിൽ എം എന്താവും? എം എന്ന് പറയുന്നത് എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ്, സി എന്ന് പറയുന്നത് എക്സും വൈയും ഇല്ലാത്ത ടേമുമാണ്. സോ എം ഈക്വൽ ടു, ഇവിടെ നിന്ന് എം എഴുതാവുന്നത് മൈനസ് ബി സ്ക്വയർ എക്സിന്റെ കോഎഫിഷ്യന്റ് മൈനസ് ബി സ്ക്വയർ x1 ഡിവൈഡഡ് ബൈ എ സ്ക്വയർ y1. ഈ ടേം എക്സ്പാൻഡ് ചെയ്തിട്ട് എക്സിന്റെ കോഎഫിഷ്യന്റ് മൈനസ് ബി സ്ക്വയർ x1 ഡിവൈഡ് ബൈ എ സ്ക്വയർ y1. ആൻഡ് സി എക്സും വൈയും ഇല്ലാത്ത കോൺസ്റ്റന്റ് y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്ന് എഴുതുമ്പോൾ കോൺസ്റ്റന്റ് എന്നാ ബി സ്ക്വയർ ബൈ y1 ഇൻറ്റു x1 സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് y1 സ്ക്വയർ ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ. ഈ ലൈന് ഇക്വേഷൻ 1നെ y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി ഫോമിൽ എഴുതിയാൽ എമ്മും സിയും ഇതാണ്. ദെൻ 1 വിൽ ബി എ ടാൻജന്റ് ടു, ഇത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്നുള്ള സർക്കിളിന് ടാൻജന്റ് ആവണമെങ്കിൽ ഇഫ് സി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് എം സ്ക്വയർ, അത് എഴുതിയാൽ മതി, നമ്മുടെ ആൻസറായി. അപ്പോൾ ഇവിടുത്തെ സിയും ഇവിടുത്തെ എമ്മും ഒക്കെ അപ്ലൈ ചെയ്യുക എന്നുള്ളതേ നമുക്കിനി ചെയ്യാനുള്ളൂ. ദാറ്റ് ഈസ് സി സ്ക്വയർ, ഇവിടുത്തെ സി സ്ക്വയർ ബി റൈസ് ടു 4 സ്ക്വയർ എടുക്കണം ഡിവൈഡഡ് ബൈ y1 സ്ക്വയർ ഇൻറ്റു x1 സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് y1 സ്ക്വയർ ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ, സി സ്ക്വയർ എഴുതണ്ടേ, ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് എം സ്ക്വയർ. എം സ്ക്വയർ വരുമ്പോൾ മൈനസ് ബി സ്ക്വയർ, x1ലെ മൈനസ് സൈൻ നമുക്ക് ആവശ്യമില്ല. ബി റൈസ് ടു 4 x1 സ്ക്വയർ ഡിവൈഡഡ് ബൈ എ റൈസ് ടു 4 y1 സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം. 1 പ്ലസ് എം സ്ക്വയർ എഴുതി. So it can be rearranged and can be given in the form of the question. ഇത് ആൻസർ ആയി ശരിക്കും. ലോക്കസ് ഓഫ് x1 y1 പറയണമെങ്കിൽ ഇവിടുന്ന് x1 y1നെ മാറ്റി xy ആയാൽ മതി. x1 y1 മിഡ് പോയിന്റ് ആയിട്ട് സർക്കിളിനെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്നുള്ള സർക്കിളിനെ ടച്ച് ചെയ്യുന്ന കണ്ടീഷനാണ് ഇപ്പോൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ x1 y1 സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻ. x1 y1 ലൈസ് ഓൺ ദിസ് കർവ്. കർവ് എന്ന് പറയുമ്പോൾ എക്സ് വൈയിൽ ഇക്വേഷൻ കൊടുക്കണം. അപ്പൊ x1 പകരം x, y1 പകരം y കൊടുത്താൽ മതി. സോ ലോക്കസ് ഓഫ് x1, ഇതിനെ നമുക്ക് റീഅറേഞ്ച് ചെയ്തിട്ട് എഴുതാം അല്ലെ, x1 സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് y1 സ്ക്വയർ ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ y1 സ്ക്വയർ ഡിവൈഡഡ് ബൈ ബി റൈസ് ടു 4, ബി റൈസ് ടു 4 ബൈ y1 സ്ക്വയർ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇൻറ്റു എ റൈസ് ടു 4 y1 സ്ക്വയർ, ഈ ബ്രാക്കറ്റിൽ എ റൈസ് ടു 4 y1 സ്ക്വയർ ഞാൻ കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് എടുക്കുക. ദെൻ വി ഗെറ്റ് എ റൈസ് ടു 4 y1 സ്ക്വയർ പ്ലസ് ബി റൈസ് ടു 4 x1 സ്ക്വയർ. എ സ്ക്വയർ y1 സ്ക്വയർ കട്ട് ചെയ്യും. ഇവിടെ എ റൈസ് ടു 4 ഉണ്ട്, എ സ്ക്വയർ ആവും, അതും കട്ട് ചെയ്യും.
then we can write the right side as 1 by b raised to 4 അല്ലെങ്കിൽ a square b raised to 4 ആണ് ഡിനോമിനേറ്ററിലുള്ളത്. ന്യൂമറേറ്ററിലുള്ളത് a raised to 4 y1 square plus b raised to 4 x1 square, or it is equal to a raised to 4 y1 square, a square y1 square divided by b raised to 4 plus x1 square divided by x1 square divided by a square. Or if we take a square outside, a square into y1 square divided by b raised to 4 plus x1 square divided by a raised to 4. ആ ടൈം ആക്ച്വലി x1 square divided by a square എന്നേ ഉള്ളൂ. ഇപ്പം ആയിക്കോളിയല്ലേ a square into x1 square by a raised to 4 എന്ന് പറയുമ്പോൾ x1 square divided by a square ഇതുപോലെ ആയിക്കോളൂല്ലോ. അപ്പം അങ്ങനെ റീഅറേഞ്ച് ചെയ്യാം. സോ the equation, the condition can be written as x1 square by a square. Condition ഇനി എഴുതുമ്പോൾ x1 square divided by a square plus x1 square divided by a square plus y1 square divided by b square whole square equal to a square into x1 square divided by a raised to 4 ഞാൻ ആദ്യം എഴുതുക plus y1 square divided by b raised to 4. അപ്പോൾ മിഡ് പോയിന്റ് x1 y1 അങ്ങനത്തെ എലിപ്സിന്റെ കോഡാണ് സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയറിന്റെ ടാൻജന്റ് ആണ്. അങ്ങനെയുള്ള ഒരു കോഡിന്റെ മിഡ് പോയിന്റ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അല്ലെങ്കിൽ അത് കിടക്കുന്ന കർവ് എന്ന് പറയുന്നത് ഇതാണ്, എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ. അത് x1 y1 ആണെങ്കിൽ ഇവിടെ 1 വരും. x2 y2 ആണെങ്കിൽ x2 സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് y2 സ്ക്വയർ ബൈ ബി സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് വരും. ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു അത്തരം പോയിന്റ്സ് കിടക്കുന്ന കർവ് ഇതാണ്. 1 കട്ട് ചെയ്തിട്ട് വേരിയബിൾ ആക്കി. x1 y1 എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ പോയിന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നു. xy എന്ന് പറയുന്നത് അതുപോലെയുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വേരിയബിൾ എഴുതാൻ നമ്മൾ ഉപയോഗിക്കും. ദിസ് ഈസ് ദ ലോക്കസ് ഓഫ് x1 y1. ആ പോയിന്റ് സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻ ഇതാണെങ്കിൽ ലോക്കസ് ഓഫ് x1 y1 ഈസ് locus of midpoints of chords of the ellipse touching the circle x square plus y square equal to a square is x square by a square plus y square by b square whole square equal to a square into x square by a raised to 4 plus y square by b raised to 4. ഇതാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്ന ലോക്കസ്. പ്രോബ്ലംസ് നിങ്ങൾ കാണാതെ പഠിക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. കാണാതെ പഠിക്കുകയല്ല വേണ്ടത്. നിങ്ങൾക്ക് മിഡ് പോയിന്റ് തന്നാൽ കോഡ് എഴുതാൻ അറിയാം, സർക്കിളിന്റെ ടാൻജന്റിന്റെ കണ്ടീഷൻ അറിയാം. ഇതൊക്കെ നേരത്തെ അങ്ങനത്തെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് പഠിച്ചു വെക്കുക. എന്നിട്ട് നിങ്ങളുടെ ലോജിക് അപ്ലൈ ചെയ്യുക. അല്ലാതെ ആൻസേഴ്സ് കാണാതെ പഠിക്കാൻ ശ്രമിക്കരുത്. അതൊരു ബുദ്ധിമുട്ടുള്ള പ്രോസസ്സായിരിക്കും. അതുകൊണ്ട് കൺസെപ്റ്റ് ഇക്വേഷൻസ് പഠിച്ചിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ.